ബോ എസ്തെറ്റിക്കയുടെ മറ്റൊരു ലെറ്റ്സ് ചാറ്റ് എപ്പിസോഡ്. അതായത് ഈ സമയം എല്ലാവരും പലതരം, അതായത് സൈക്കിക് പ്രോബ്ലംസ്, സൈക്കാട്രിക് പ്രോബ്ലംസ്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അതായത് മെൻ്റൽ സ്ട്രെസ്, അങ്ങനെ പലതും ഇന്നെല്ലാവർക്കും ഉണ്ട്. അപ്പം ഇതുകൊണ്ട് ഞങ്ങൾ സോൾ എന്ന് പറഞ്ഞ് ബോ എസ്തെറ്റിക്ക പുതിയൊരു സംരംഭം ഞങ്ങൾ തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. അതായത് സോളിലേക്ക്, അതേപോലെ തന്നെ ബോ എസ്തെറ്റിക്ക ഫാമിലിയിലേക്ക് ഞങ്ങൾ പ്രിയപ്പെട്ട ഡോക്ടർ സഹീബിനെ സ്വാഗതം ചെയ്യുന്നു. സോ എന്താണ് ഞങ്ങളുടെ കൺസെപ്റ്റ്, എന്താണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഡോക്ടർ സുഹൈബ് പറയും. നമുക്കതിനെക്കുറിച്ചാണ് ഇന്നത്തെ ലെറ്റ്സ് ചാറ്റ്. താങ്ക് യു. അപ്പോൾ സോൾ എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് തന്നെ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ സൈക്കാട്രി ആസ് വെൽ ആസ് സൈക്കോതെറപ്പി ക്ലിനിക് വേർ എല്ലാ രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ബി ഇറ്റ് എനി പോപ്പുലേഷൻ, അപ്പോൾ ഈ യങ് ചിൽഡ്രൻ തൊട്ടിട്ട് വയസ്സായ ആൾക്കാർ, മുതിർന്നവർ വരെയുള്ള എല്ലാ ആളുകളുടെയും സൈക്കോളജിക്കലായിട്ടുള്ള ഡിസ്ട്രെസ്സുകൾ, അതായത് സൈക്കോളജിക്കൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ക്ലിനിക്കാണ് സോൾ എന്നുള്ള രീതിയിൽ. ദാറ്റ് ഇസ് എ കൺസെപ്റ്റ് ദാറ്റ് വി ആക്ച്വലി ബ്രിങ് അലോങ്. സോ ഓൾറെഡി ഇത് പലയിടത്തും അതായത് ഇന്ത്യയിൽ അത് അത്ര കോമൺ ആയിട്ടില്ല, പതുക്കെ വരുന്നതേ ഉള്ളൂ. എനിക്കൊന്ന് കേരളത്തിൽ പോലും, അതായത് സാധാരണ നമ്മളിപ്പോൾ ഒരു സൈക്കാട്രിക് അല്ലെങ്കിൽ ഒരു മെൻ്റൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീല് തരുന്ന സ്ഥലങ്ങളിലാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്, അങ്ങനെ ഒരു ഫീല് തോന്നരുത്. വാട്ട് വി ആർ ആക്ച്വലി പ്ലാനിങ് ഓൺ, എന്താണ് നമ്മൾ പ്ലാൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വി ആക്ച്വലി പ്ലാൻ ഓൺ എ ക്ലിനിക് വിച്ച് ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം എ ജനറൽ ഹോസ്പിറ്റൽ സെറ്റിംഗ്. സോ വെയർ ദ പേഷ്യൻറ്റ് ഈസ് കൈൻഡ് ഓഫ് മോർ കെയർ ഫ്രീ ആൻഡ് കുഡ് ഓപ്പൺ അപ്പ് മോർ, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്നതും, വേർ എ പേഷ്യൻറ്റ് ഈസ് സ്റ്റിൽ അറ്റ് ഈസ് ഇൻ എ മോർ ജനറൽ സെറ്റിംഗ് rather than in a hospital. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവർക്കും കിട്ടുന്നത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് മെഡിക്കേറ്റഡ് ആയിട്ട് മെഡിസിൻസ് കൊടുക്കുന്നു, അതുപോലെ കൗൺസിലിംഗ്, അവർ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് സെക്ഷനിൽ കൂടെയാണ് അണ്ടർഗോ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഡിഫറൻസ് വാട്ട് വി ആക്ച്വലി നമ്മൾ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വി ആക്ച്വലി പ്ലാൻ ഓൺ എ ക്ലിനിക്. അവിടെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് മോസ്റ്റ്ലി എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെന്റ് വേർ വി ആക്ച്വലി അസസ് ദ പേഷ്യന്റ് ആൻഡ് വി ടേക്ക് ടൈം ടു ആക്ച്വലി മേക്ക് എ very detailed assessment, and based on those assessments we make a detailed treatment plan which includes depending on the patient അനുസരിച്ചിട്ട് വെദർ ഹി നീഡ്സ് ഫാർമക്കോതെറപ്പി ഓർ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്, അതിനനുസരിച്ചിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഒരു ടൈലർ മെയ്ഡ് ട്രീറ്റ്മെന്റ്, ദാറ്റ് ഇസ് വാട്ട് വി ആർ ആക്ച്വലി പ്ലാനിങ് ഓൺ ഡൂയിങ്. അതായത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫീൽ ഗുഡ് അല്ല, ഇറ്റ്സ് സംതിങ് ബിയോണ്ട് ജസ്റ്റ് ഫീലിംഗ് ഗുഡ് അല്ല. ഇഫ് ദർ ഇസ് സംതിങ് റിയലി ഒരു അണ്ടർനീത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ കോസിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഹെൽപ്പിംഗ് ദം ടു കോപ്പ് ബെറ്റർ വിത്ത് ലൈഫ്. ഇപ്പോൾ certainly ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വേർ എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ എഫക്റ്റഡ്, അപ്പോൾ സൈക്കോളജിക്കലി ഇൻ ദ സെൻസ് അസുഖ സംബന്ധമായിട്ട്, ഒരു പാൻഡമിക് സംബന്ധമായിട്ട്, പിന്നെ ജോലി സംബന്ധമായിട്ട്, then it is continuous stress ആണ്. അപ്പോൾ പലർക്കും അറിയില്ല what are the options, what is the specific treatment plan. അപ്പോൾ there are ട്രീറ്റ്മെന്റ് സെറ്റിംഗ്സ് ഇപ്പോൾ ഇല്ല എന്നല്ല, പക്ഷെ എന്നിരുന്നാലും വളരെ ക്ലിയർ അല്ലെങ്കിൽ വളരെ ക്ലാരിറ്റിയോട് കൂടി ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല. ബിക്കോസ് പലർക്കും സമയം കിട്ടുന്നില്ല, ദേ ഡു നോട്ട് ഗെറ്റ് ദ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ടൈം. പലർക്കും ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊന്നും പറഞ്ഞെത്തിക്കാൻ പറ്റുന്നില്ല, ഓർ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഗോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. സോ ദിസ് ഇസ് വെയർ വി ആർ ഗോയിങ് ടു ആക്ച്വലി മേക്ക് എ ചേഞ്ച്. വി ആർ ഗോയിങ് ടു ആക്ച്വലി മേക്ക് എ ചേഞ്ച് ഇൻ ദ സെൻസ്, ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട്, വളരെ ക്ലാരിറ്റിയോടുകൂടി ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിയർ ഇഷ്യൂസ് ആർ, വാട്ട് ദ ഇഷ്യൂസ് ദേ ആർ ആക്ച്വലി ഗോയിങ് ത്രൂ. അതിനനുസരിച്ചിട്ടുള്ള ഒരു വളരെ കസ്റ്റം മെയ്ഡ് അല്ലെങ്കിൽ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഗോൾസോടുകൂടി, അല്ലെങ്കിൽ വിച്ച് ഇൻക്ലൂഡ്സ് പോസ്റ്റ് ഫാർമക്കോതെറപ്പി, അത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, ആൻഡ് വി ഇൻക്ലൂഡ് ദ സിഗ്നിഫിക്കൻറ്റ് പീപ്പിൾ അറൌണ്ട് ദ പേഴ്സൺ ഹു ആക്ച്വലി ടേക്സ് ഹെൽപ്പ് വിത്ത് us. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഹോസ്പിറ്റൽ പോകാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിലും ക്ലിനിക്, ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഡോക്ടർ ടു ഡോക്ടർ, ഫേസ് ടു ഡോക്ടർ, അങ്ങനെ സംസാരിക്കാനും എളുപ്പമായിരിക്കും. പിന്നെ അങ്ങനെ കുറേ പേർക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് താല്പര്യം കുറയുന്നത് ഉണ്ടാവും.
അപ്പൊ അതും ഇത് ഹെൽപ്പ് ചെയ്യും കുറെ പേര്. അപ്പൊ എല്ലാ കാലത്തും വലിയൊരു ഇഷ്യൂ സൈക്കാട്രി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സൈക്കോതെറപ്പി സംബന്ധമായിട്ടോ വലിയൊരു ഇഷ്യൂ ഇറ്റ് ഇസ് ഓൾവേസ് ബീൻ സ്റ്റിഗ്മ. അല്ലെങ്കിൽ എല്ലാവരും എങ്ങനെയാണ് ഇപ്പോൾ ഒരാളെ കാണുക ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഓവർ ടൈം ആ കഴിഞ്ഞ ഒരു ഡിക്കേഡിനുള്ളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹൗ പീപ്പിൾ ആക്ച്വലി പെർസീവ് ടേക്കിംഗ് ഹെൽപ്പ്. കാരണം ഇപ്പോൾ പല രീതിയിലും ബിക്കോസ് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റിന്റെ മെയിൻ ബ്രാൻഡ് അംബാസഡർ ദീപിക പദുകോണാണ് ഹു ഇസ് ആക്ച്വലി റെക്കമെൻഡിങ് പീപ്പിൾ ടു ആക്ച്വലി ടേക്ക് ഹെൽപ്പ്. അത് വളരെ വ്യത്യാസമാണ്. സോ ഹൗ പീപ്പിൾ ആക്ച്വലി പെർസീവ് ടേക്കിംഗ് ഹെൽപ്പ്. അപ്പൊ അതിന്റെ വലിയൊരു മാറ്റം ഉണ്ടായി. സോ എപ്പോഴും ഇതിൽ വരുന്ന വേറൊരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഡിപ്രഷൻ അല്ലാതെ വേറെയും കുറെ കാര്യങ്ങൾ നമുക്കിവിടെ അഡ്രസ് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൺ ഓഫ് ദ കോർ എന്താണ് അതിന്റെ ഒരു കോർ ഫീച്ചർ എന്താന്ന് പറഞ്ഞാല് എന്ത് തന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെങ്കിലും there are a lot of factors which actually come into play. ഈ ഒറ്റ കാരണം മാത്രമല്ല. ഇപ്പൊ എന്തായാലും ഇപ്പൊ now we know as such we know there are biological changes, ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് for each kind of mental illness. പക്ഷേ there are other factors that actually come into play which includes every significant person ഈ അസുഖമുള്ള ആള് communicating with or he is in close contact with, which also include how he is actually functioning on his എല്ലാ ദിവസവും ദൈനംദിന ജീവിത സംബന്ധമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു. his work is affecting him. പിന്നെ അതുകൂടാതെ തന്നെ ആളുടെ സോഷ്യൽ ആൻഡ് മറൈറ്റൽ റിലേഷൻഷിപ്പ് എവറിത്തിങ് ഇസ് ആക്ച്വലി അഫക്റ്റിംഗ് എ പേഴ്സൺ. അപ്പോൾ അതിലെല്ലാത്തിനും നമ്മൾ വി ആർ എൻകംപസിങ് എവറിത്തിങ്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ട് എങ്ങനെ ഈ ഒരാളിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ യൂഷ്വലി ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾ വരുന്നത് ഏറ്റവും കൂടുതൽ പഠന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. പിന്നെ അതർവൈസ് അല്ലാതെ പിന്നെ വളരെയധികം കാണപ്പെടുന്നത് ഫെമിലിയലായിട്ട് അല്ലെങ്കിൽ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ യൂഷ്വലി പഠന സംബന്ധമായിട്ടുള്ള സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ പല രീതിയിലുള്ള ചെറിയ ഏർലി സൈക്കോട്ടിക് ഇൽനെസ്സുകളും പലതും ഉണ്ട്. പക്ഷെ എന്താ പറ്റുക പറഞ്ഞാൽ കുട്ടികളുടെ ഇഷ്യൂസ് യൂഷ്വലി ഭയങ്കര മിസ്ഡയഗ്നോസ്ഡ് അല്ലെങ്കിൽ അൺഡയഗ്നോസ്ഡ് ആയിട്ട് എല്ലാ കാലത്തും പോകും. ഇറ്റ് ഇസ് വെരി ഹാർഡ് ടു ആക്ച്വലി ഇപ്പോൾ കുട്ടികളുടെ ഏറ്റവും വലിയ ഇഷ്യൂ ദേ കനോട്ട് ആക്ച്വലി കംപ്ലെയിൻ ഫോർ ദെംസെൽഫ്. അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് തുറന്നു പറയാൻ ഒരു സ്ഥലം എല്ലായിടത്തും ഇല്ല. ബിക്കോസ് ഒരു സെറ്റിംഗ് എല്ലാവർക്കും ഇല്ല. എൻ്റെ ഏജിലുള്ള പല പേരൻസും പേഷ്യൻസ് ആയിട്ട് വരുമ്പോൾ അവരുടെ മക്കളുടെ പ്രോബ്ലംസ് പറയാറുണ്ട്. ഇത് പലതും അതായത് എവിടെ കൊണ്ടുപോകണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് മേജർ അവർക്കൊരു ലേണിംഗ് ഡിഫിക്കൽറ്റിയോ അങ്ങനെയൊന്നും കാണില്ല, സബ്സ്റ്റൻസ് അബ്യൂസ് കാണില്ല. പക്ഷേ അതായത് അവർക്ക് ഉറക്കം ശരിയാവുന്നില്ല. ദർ നോട്ട് ആക്ച്വലി ഹാപ്പി. അതായത് അവർ എന്നാൽ പറയത്തക്ക പ്രോബ്ലംസ് ഒന്നുമില്ല. മേ ബി ഇന്നത്തെ പഴയ ലൈഫായിട്ട് നോക്കുമ്പോഴത്തേക്ക് കുറേ ചേഞ്ചസ് ഉണ്ടാവും. അവരെല്ലാം ലൈക്ക് വെൽ ടു ഡു ഫാമിലീസാണ്. പറയത്തക്ക വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അതായത് ഫാമിലിയിൽ ലൈക്ക് എന്താ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ പേരൻസ് തമ്മിൽ മാറ്റൽ പ്രോബ്ലംസോ അങ്ങനെ ഒന്നുമില്ല. എന്നാൽ പോലും ദർ ഇസ് സം കൈൻഡ് ഓഫ് ഒരു അണ്ടർലൈങ് അൺഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ അത് പലപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നോടും തന്നെ പേഴ്സണലി എത്ര പേരൻസ് ചോദിച്ചിട്ടുണ്ടെന്നറിയോ, അതായത് എവിടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കിവിടെ അവൈലബിൾ പലതും സൈക്കാട്രിക് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സെറ്റപ്പ്. അത് പലപ്പോഴും അവിടെ പോകാനായിട്ട് ഈ പിള്ളേർക്കും ഇഷ്ടമില്ല, പേരൻസിനും ഇഷ്ടമില്ല. ദ മോമെന്റ് അവിടെ പോകുമ്പോൾ ആ ഫീലിംഗ് ഒരു ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു ബ്രാൻഡഡ് ആവുന്നത് പോലെ. അപ്പോൾ ആ ഒരു ഇതിനെ എങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം എന്നുള്ള അതും കൂടി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ഈ സോൾ എന്നൊരു കൺസെപ്റ്റ് ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ ബേസിക്കലി അവര് റെക്കഗ്നൈസ് ചെയ്യാൻ പോലും അവർക്ക് പറ്റുന്നില്ല അവരുടെ ഇഷ്യൂ എന്താണെന്ന്. ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും ആൾക്കാർ ഹെൽപ്പ് സീക്ക് ചെയ്യാത്തത് അവർക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇതിനെന്തെങ്കിലും രീതിയിലൊരു പരിഹാരം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ദാറ്റ് ഇസ് സംതിങ് ആർക്കും അപ്പോൾ പല ആൾക്കാർക്കും എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് വ്യക്തമായിട്ടൊരു പരിഹാരം ഉണ്ടെന്ന് മിക്ക ആൾക്കാർക്കും അറിയില്ല. സോ അതുകൂടാതെ തന്നെ പല ആൾക്കാർക്കും വളരെ വ്യക്തമായിട്ട് ഇത് വേർബലൈസ് ചെയ്യാൻ എന്താണ് സ്പെസിഫിക് ഇഷ്യൂ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള കഴിവിൽ എല്ലാവർക്കും പീപ്പിൾ ഹാവ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ദേ നീഡ് ടൈം. പലർക്കും ഇഷ്യൂസ് ദേ ഡു നോട്ട് ഗെറ്റ് ദ സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ടൈം ടു ആക്ച്വലി വേർബലൈസ് അല്ലെങ്കിൽ എന്താണ് വ്യക്തമായിട്ട് അവരുടെ ഇഷ്യൂസ് എന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. സോ ദാറ്റ് ഇസ് വെയർ വി ആക്ച്വലി മേക്ക് എ ഡിഫറൻസ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് what the person is actually going through. Proper evidence based and we try to empathize. We spend a lot of time. ആ എംപത്തൈസിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സൊസൈറ്റിയിൽ തന്നെ പലർക്കും അതായത് എല്ലാവരും ഒരു ഓട്ടത്തിലാണ്. ഒന്നിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അതായത് ഇത് ചെയ്തു അത് ചെയ്തു അങ്ങനെ ആ ഓട്ടത്തിൽ ശരിക്കും there is somebody to seek, listen to them, empathize, understand the problem, make them understand the problem. അതെല്ലാം ഒരു and we actually അപ്പോൾ നമ്മൾ അത് അപ്പോൾ ആ
ഫൈൻഡിങ് ദ സൊല്യൂഷൻ അതിലാണ് നമ്മൾ വേർ വി ആക്ച്വലി മേക്ക് അനദർ ഡിഫറൻസ്. നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ വി ഇൻക്ലൂഡ് ദ പേഷ്യൻ ആസ് വെൽ ആസ് ഹിസ് സിഗ്നിഫിക്കൻറ്റ് അതേഴ്സ് ഇൻ ആക്ച്വലി പ്ലാനിങ് ഫോർ വാട്ട് ഇസ് ദ ട്രീറ്റ്മെന്റ് ഇസ് ഗോയിങ് ടു ബി. അപ്പൊ അതെല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോയി കാണുമ്പോഴത്തേക്ക് ഓക്കെ പേഷ്യന്റിന് എന്തൊക്കെ പറയുന്നു ബാക്കി ഇത് ചെയ്യുന്നു, അതായത് ആ ഒരു ഡിസ്ജോയിന്റ് ആണ് വേറെ കോൺവെർസേഷൻ ഫുള്ളി. അപ്പൊ അങ്ങനെയല്ല, വേറെ നമ്മൾ ബാക്കിയുള്ളവർ മനസ്സിലാക്കും വേണം, അതുകൂടാതെ തന്നെ അവരും ഇൻവോൾവ് ആവണം, എന്നാലേ അത് തെറാപ്യൂട്ടിക്കലി എഫക്റ്റീവ് ആവുള്ളൂ എല്ലാ രീതിയിലും. So that is where we are going to actually make a difference. അതായത് we are trying to provide a place where you can come, you can be comfortable, and it's not like ഒരു hospital setup and you shouldn't feel sick അങ്ങനെയൊന്നുമല്ല. We want you to be comfortable, we want to help you to the maximum possible. അതാണ് that's our concept of Soul, and so we hope to make a difference. Thank you.